ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? ഈ ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് 8 മാസം മുമ്പായിരുന്നു നമ്മൾ സ്കാം അക്യൂസേഷൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത്. അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഇവർ എൻ്റെ ഇൻസ്റ്റഗ്രാം ഡിസേബിൾ ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് 1 കോടിയുടെ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. ആദ്യം ഈ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരുടെ എംപ്ലോയീസിൻ്റെ സൈഡ് പറയട്ടെ. ഞാൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡ് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ സൈഡ് ഇവർ തന്നെ പറയട്ടെ. ഓക്കെ. എൻ്റെ പേര് അഭിനന്ദൻ എന്നാണ്. ഞാൻ വരുന്നത് കാലിക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ 1.5 വർഷമായിട്ട് ടാൽഡ്രോപ്പിൽ ഒരു എംപ്ലോയി ആണ്. ഞാൻ ഡെവലപ്പറാണ്, ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജനുവരിയാണ് ടാൽഡ്രോപ്പിൽ 2025 ജനുവരിയാണ് ഞാൻ ടാൽഡ്രോപ്പിൽ ജോയിൻ ചെയ്യുന്നത്. 2025 ജനുവരി ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് മന്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് മന്ത് സാലറി കൃത്യമായ രീതിയിൽ ഫെബ്രുവരിയിൽ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മന്ത് സാലറി എന്നെപ്പോലെ തന്നെ അവിടെ ജോയിൻ ചെയ്ത എല്ലാ എംപ്ലോയീസിനും ഇതുപോലെ ഫസ്റ്റ് മന്ത് സാലറി കൃത്യമായ രീതിയിൽ അവർ എന്തായിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ. ഇനി ഈ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് ഇതിൽ ഇഷ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന എന്താ പറയുക, ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മീൻസ് ഒരു 3-4 മാസം നമുക്ക് സാലറി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരോട് നമ്മൾ സാലറി വേണമെന്ന രീതിക്ക് നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് അവരെന്താക്കുന്ന ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ 2ാമത്തെ മാസത്തെ സാലറി നമുക്ക് തരുന്നത്. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും പ്രഷർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരെന്താക്കും, ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും. ഈ പ്രയോറിറ്റി ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മളെ എന്താണ് അത്രയും വേണ്ട ആളാണ്, മീൻസ് സാലറി വേണമെന്ന ഇത് പറയുകയാണെങ്കിൽ മാത്രം അവരെന്താക്കുന്നു സാലറി നമുക്ക് തരുന്നു. ഒരു 3-4 മാസം സൈക്കിൾ വെച്ചിട്ട് ഇങ്ങനെ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2025 ഒക്ടോബറിൽ കൊച്ചിയിൽ വെച്ചിട്ട് ടാൽഡ്രോപ്പിൻ്റെ 10ാമത്തെ ആനിവേഴ്സറി നടക്കുന്നത്. ആ ആനിവേഴ്സറി നടക്കുന്ന സമയത്തും ടാൽഡ്രോപ്പിലെ എംപ്ലോയീസിന്, ഞാനടക്കമുള്ള എല്ലാ എംപ്ലോയീസിനും ഒരു മിനിമം ഒരു 3-4 മാസം സാലറി പെൻഡിങ് ആയി നിൽക്കുകയാണ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. നമുക്കവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു ക്യാഷ് നമുക്ക് കയ്യിൽ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ക്യാഷ് തന്നാൽ മാത്രമേ നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ മൊത്തം സാലറി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ സാലറി എങ്കിലും തരണമെന്ന് പറയുന്നു. എന്നിട്ട് പോലും അവരെന്താക്കുന്നു, നമ്മളോട് പറഞ്ഞത് ശരി നമ്മൾ തരാം, 1 മാസത്തെ നമുക്ക് ഞങ്ങൾ തരാം, എന്നാണോ പ്രോഗ്രാം അതിന് തലേ ദിവസത്തേക്ക് നമുക്ക് എന്താക്കുന്നു സാലറി തരാമെന്ന് അവർ ഉറപ്പായിട്ട് പറയുന്നു. ബട്ട് എന്നിട്ട് പോലും അവർ 1 രൂപ പോലും നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താക്കും, അവിടെ ജോയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ബട്ട് അവർ ടാൽഡ്രോപ്പ് എന്താക്കുന്നു, ഈ ഒരു വലിയൊരു ഹ്യൂജ് പ്രോഗ്രാം നടത്തുന്നു. കുറേ ആൾക്കാരെ, കുറേ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ആൾക്കാരെ ക്ഷണിച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 40-46 ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വലിയൊരു പരിപാടി, നല്ല കോടിക്കണക്കിന് എമൗണ്ടുകൾ മുടക്കിയിട്ട് പരിപാടി നടത്തുന്നു. അതിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റി വെച്ചാൽ നമ്മളെ എംപ്ലോയീസിനെ എന്താക്കണം സാലറി തരിക എന്നുള്ളത് ഉപരി അവർ വലിയ പ്രോഗ്രാം നടത്തുക എന്നുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു ഷോപ്പിലേക്ക് മാത്രം അവരെന്താക്കുന്നു കാണിക്കുന്നു. ഒക്ടോബറിൽ പിന്നീട് അങ്ങോട്ട് എന്താക്കുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സാലറി വേണമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്താണ് ഈ പ്രയോറിറ്റി ലിസ്റ്റ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഡെയിലി വന്നിട്ട് സാലറി വേണമെന്ന് ലൈക്ക് ഒരു ബെഗ്ഗിങ് പോലെ നമ്മൾ ബെഗ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു രീതിയിലേക്ക് അവർ മാറ്റി. അങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന കുറച്ച് പേർക്ക് മാത്രം അവർ സാലറി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു രീതിക്ക് മാത്രമാണ് അവർ സാലറി തരുന്നത്. പിന്നെ എന്താ, നമ്മൾ അത്രയും കുറേ പറഞ്ഞ് ഈ നമുക്ക് എംപ്ലോയീസ് മാറിയിട്ട് പിന്നെ HR ടീമിനും ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഒരു സാലറി ഡിലേ ആയിട്ട് വരുന്നു. അങ്ങനെയാണ് അവർ എല്ലാ ആൾക്കാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ എൻ്റെ വരികയാണെങ്കിൽ എൻ്റെ പേഴ്സണലി വരുന്ന സമയത്ത് May 31 ആണ് ലാസ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത്. അപ്പോൾ അതിൽ അവർക്ക് 2 മാസം അവരെനിക്ക് നോട്ടീസ് പീരീഡ് തന്നതിന് ശേഷം ആണ് ഈ ഒരു May 31 എന്നെ അവർ റിസൈനിലേക്ക് ഇട്ടത്. ഈ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താണ്, May 31 നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും, അന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കും എല്ലാ സാലറിയും ക്ലിയർ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാമെന്ന രീതിക്കാണ് അവർ പറഞ്ഞത്. ബട്ട് എന്നിട്ട് പോലും അവർ ആ ഒരു സാലറി ക്ലിയർ ചെയ്യാനോ ഒന്നും അവർ നിന്നില്ല. ബട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരോട് എന്താ സാലറി വേണമെന്നുള്ള റിക്വസ്റ്റ് മെയിൽ ത്രൂ തന്നെ ചെയ്യുന്നത്. വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറില്ല, ആരും ഫോൺ എടുക്കാറില്ല. HR ടീമിൽ നിന്ന് അവർ ഫോൺ എടുത്താൽ അവർക്ക് പറയാനുള്ളത് തരാമെന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ. HR ടീമിനും ഓൾറെഡി പെൻഡിങ് ആയതുകൊണ്ട് വേറൊന്നും അവർക്കും പറയാനില്ല. ബട്ട് ഹയർ ടീമിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുകയോ കോൺടാക്റ്റോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് എന്തായാലും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഓക്കെ സാലറി വരും എന്ന രീതിക്കാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. ബട്ട് സാലറി വരുന്നില്ല. പിന്നെ ഓരോ ഡേറ്റ് പറഞ്ഞാലും ഈ ഒരു സാലറി വരാത്തൊരു രീതിയിലേക്കാണ് പോയത്. അങ്ങനെയാണ് എനിക്ക് May 31 ആകുമ്പോഴത്തേക്കും 11 മാസത്തെ സാലറിയാണ് എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത്. ഇത്ര എമൗണ്ട് പെൻഡിങ് ആണ് എനിക്ക് ഉണ്ടായത് പേഴ്സണലി. അവിടെ എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ 6 മാസം മുതൽ 11 മാസം വരെയുള്ള സാലറി പെൻഡിങ് ആയ എംപ്ലോയീസ് ആണ് എല്ലാ ഉണ്ട്. ആ എംപ്ലോയീസിനും എൻ്റെ എംപ്ലോയീസിനും അവിടെ സാലറി പെൻഡിങ് ആണ്. ഒരു എംപ്ലോയീസിന് പോലും പ്രോപ്പറായിട്ട് സാലറി കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാ എംപ്ലോയീസിനും അവിടെ സാലറി പെൻഡിങ് ആണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
വെച്ചാൽ ഈ ഒരു സാലറി കാര്യങ്ങളൊക്കെ അവരോട് ഈ നമ്മളെ കേസ് അങ്ങനെ തന്നെ എൻ്റെ കുറച്ച് അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ അറിയുന്ന രീതിക്ക് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നിങ്ങൾക്ക് സാലറി നമുക്ക് തരാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരൂ, നമ്മൾ സാലറി തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് സാലറി തരാൻ പറ്റില്ല. എൻ്റെ കുറച്ച് അടുത്ത ഫ്രണ്ട്സ് നമ്മൾ പേഴ്സണലി പറഞ്ഞതാണ്, പേരും കാര്യങ്ങളും തൽക്കാലം ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബട്ട് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും അവർ വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ സാലറി തരാം, അല്ലെങ്കിൽ സാലറി ഇല്ല, ആ ഒരു രീതിയിലേക്കും അവർ മാറിക്കഴിഞ്ഞു. അങ്ങനെ എന്താ അവർ പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയുക, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞപ്പം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എല്ലാ മീറ്റിംഗ്സിലും എല്ലാ അവരുടെ AI കാര്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ മാർക്ക് സുക്കർബർഗിനെ കണ്ടുപിടിക്കൂ, നിങ്ങൾ എലോൺ മസ്കിനെ കണ്ടുപിടിക്കൂ, എന്താണ് ഒരു സിലിക്കൺ വാലി നമുക്ക് ബിൽഡ് ചെയ്യണം, ആ ഒരു സംഭവമാണ് പറഞ്ഞത്. ഓക്കെ, ഒരു കമ്പനി എന്ന വെച്ചിട്ട് അവർക്ക് ഇന്നോവേഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. ബട്ട് ഒരിക്കലും ഒരു മാർക്ക് സുക്കർബർഗോ അല്ലെങ്കിൽ എലോൺ മസ്കോ സാലറി കൊടുക്കാണ്ട് എംപ്ലോയീസിന് ഒരു 10-11 മാസം വേണ്ട, 10 പോട്ടെ 12 പോട്ടെ, ഒരു 5 മാസം പോലും വെച്ചിട്ടല്ല ഒരിക്കലും ഒരു മാർക്ക് സുക്കർബർഗ് ഒരു സിലിക്കൺ വാലി ഉണ്ടാക്കിയത്. ഒരു സിലിക്കൺ വാലി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് അവരുടെ പ്രയോറിറ്റി എന്താ, അവരുടെ എംപ്ലോയീസ് ആണ്. അവർക്ക് ബോൾഡായിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ തൂണാണ്. ഈ തൂണില്ലെങ്കിൽ വീട് പൊളിഞ്ഞു പോകും. ഈ തൂണുകളാണ് നമ്മുടെ എംപ്ലോയീസ്. ഈ എംപ്ലോയീസിനെ കൃത്യമായ രീതിയിൽ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു എൻ്റയർ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ എൻ്റെ എക്കോ സിസ്റ്റത്തിന് അതിൽ ഉണ്ടാക്കാൻ വെച്ചാൽ സിലിക്കൺ വാലിനെ ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ എന്തിനോ വേണ്ടി വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവർ കൃത്യമായ സാലറി തരുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു എന്താ വർക്ക് ചെയ്യാൻ കൂടെ ഒരു താല്പര്യം ഉണ്ടാവും. ബട്ട് എന്നിട്ട് പോലും ഞങ്ങൾ എംപ്ലോയീസ് 300 എംപ്ലോയീസും എല്ലാ എംപ്ലോയീസും നമുക്ക് പറ്റുന്ന രീതി മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തു. ഞാൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഈ ഇത്രയും മാസം സാലറി പെൻഡിങ് ആയിട്ട് കൂടെ നമ്മൾ ഇത്രയും എംപ്ലോയീസ് അവിടെ വൃത്തിക്ക് എന്താ വർക്ക് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരോട് നമ്മൾ പിന്നെയും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഞങ്ങളെ പോയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വേണോ, അല്ലെങ്കിൽ സാലറി ഞാൻ അവർക്ക് അയച്ച മെയിൽ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും എന്താ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടാണോ നിങ്ങൾ സാലറി പെൻഡിങ് ആക്കുന്നത്. അവർ പറയും അല്ല, ഒരിക്കലും അല്ല, നമ്മളെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തുള്ള ഇഷ്യൂ കൊണ്ടല്ല നിങ്ങൾ സാലറി പെൻഡിങ് ആക്കുന്നത് അവർ കറക്റ്റ് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ഇഷ്യൂ അല്ല, അവർ എന്തുകൊണ്ടാണ് തരാത്തതിനെ കുറിച്ച് ഡീറ്റെയിലിംഗ് അവർ ഇതുവരെ തന്നിട്ടില്ല. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ AI ഇന്നോവേഷൻ ആണ്. ഈ AI ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മീഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും AI എന്നുള്ളൊരു ടാഗ് ലൈനിലേക്ക് അവർ ഹൈലൈറ്റ് ചെയ്ത് മാറുന്നുണ്ട്. ഒരിക്കലും ഈ AI എന്ന് പറഞ്ഞൊരു സംഭവം ജസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ടേ ഉള്ളൂ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് AI വന്നതുകൊണ്ടാണ് എന്നുള്ളൊരു സംഭവം. ഒരിക്കലും അത് മാത്രമായിട്ട് അതിൽ ചുരുങ്ങി പോകേണ്ട കാര്യമല്ല. കാരണം AI എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞങ്ങളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങളും ഡെവലപ്പേഴ്സാണ്. നമ്മളും ഇതുപോലത്തെ AI കാര്യങ്ങളിൽ വർക്ക് ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റയർ പ്ലാറ്റ്ഫോം ഫ്രം സ്ക്രാച്ച് ടു അവരുടെ ഒരു പ്രസന്റിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ AI എന്ന് പറഞ്ഞ ഓട്ടോമേഷൻ എന്ന സംഭവം നമ്മൾ ഇതുവരെ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവർ വേറൊരാളെ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം അവിടെയുള്ള HR ടീമിനൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഹയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു AI എന്ന് പറഞ്ഞ സംഭവം അവർ ഇതുവരെ വന്നിട്ടില്ല. AI അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചെറിയ കുറച്ച് കുഞ്ഞു പോസ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് AI ആവില്ല. ലൈക്ക് AI എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റയർ ഫുൾ ഓട്ടോമേഷൻ എന്ന സംഭവത്തിലേക്ക് ഈ ഒരു ടാൽറോപ്പ് ഇതുവരെ വന്നിട്ടില്ല, വന്നായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അതിൽ ഒരുപാട് നോക്കി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ചെയ്തില്ല. അത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അത് എനിക്ക് സാലറി ഓൾറെഡി പെൻഡിങ് ആണ്, പിന്നെ കുറേ വേറെ ഡെപ്തും കാര്യങ്ങളും EMI ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഈ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൈസ കൊടുക്കാനേ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാറ്ററിങ്ങിൻ്റെ വർക്കിനെ പോയിരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എനിക്ക് ESI ഉണ്ട്, ഞാൻ ESI എലിജിബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ്. അപ്പോൾ എൻ്റെ ESIയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ട് പോലും അതുപോലും തന്നില്ല. എന്നിട്ട് ഞാൻ വേറെ പൈസ വാങ്ങിയിട്ടാണ് എൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് പോലും ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. അത് 8,000-ൻ്റെ മുകളിലാവുകയും ചെയ്ത്. അതും ചോദിച്ചിട്ട് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ വന്നുപോയി. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്. എൻ്റെ സറൗണ്ടിങ് അത്രക്കും ഫിനാൻഷ്യലി ട്രബിളായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വന്നു പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ CEO-ക്കാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞതാണ്, ഒരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോരാ, ആകെ 10 ലക്ഷം രൂപയാണ് ടാൽറോപ്പിൻ്റെ അസറ്റായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ലീഗലി അങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല. കാരണം 300ഓളം എംപ്ലോയീസിന് ഇപ്പോൾ 2 ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കോ, അപ്പോൾ എന്നാലും വരും 6 കോടി രൂപ. അത് എന്തായാലും ഈ 10 ലക്ഷത്തിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഡയറക്ടേഴ്സിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും പിന്നെ അവരെ അസറ്റിൽ നിന്നും വേണ്ടി വരും എംപ്ലോയീസിനെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ. അതുപോലെ നേരത്തെ പറഞ്ഞ PF-ന്റെ കാര്യം പറയുമ്പോൾ ഇനിയും പറയാനുള്ളത് വെച്ചാൽ ഈ PF എന്ന് പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഇവിടെ ആർക്കും എന്താ പറയുക അടച്ചിട്ടില്ല. ഇതുപോലെ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആൾക്ക് പിന്നെ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി സംബന്ധിച്ച് ഒരു PF എന്ന് പറഞ്ഞാൽ ആൾക്കൊരു എന്താ പറയുക കിട്ടേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം പോലും ആരും കിട്ടാത്തത് കൊണ്ട് ഈ PF ആനുകൂല്യങ്ങളൊന്നും ആ ഒരു വ്യക്തിക്ക്
കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആൾക്ക് സാലറിക്ക് പുറമെ കിട്ടുന്ന PF കാര്യങ്ങളൊന്നും ആൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളോട് ചോദിച്ചിട്ട് അക്കൗണ്ട് സെക്ഷനിൽ നിന്നൊക്കെ കിട്ടിയ